CAG റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സാങ്കേതിക സർവകലാശാലയിലെ കോൺഗ്രസ് സംഘടനാ നേതാവിന്റെ സസ്പെൻഷൻ VC റദ്ദാക്കി. വ്യക്തിവൈരാഗ്യത്തിന്റെ പേരിൽ പ്രൊവിഡന്റ് ഫണ്ട് വായ്പ അനധികൃതമായി കൈപ്പറ്റിയെന്ന് ആരോപിച്ച് 1.5 വർഷം മുൻപ് സസ്പെൻഡ് ചെയ്തിരുന്ന സർവകലാശാലയിലെ കോൺഗ്രസ് അനുകൂല ജീവനക്കാരുടെ സംഘടനാ പ്രസിഡന്റ് R. പ്രവീണിന്റെ സസ്പെൻഷനാണ് വൈസ് ചാൻസലർ ഡോക്ടർ K. ശിവപ്രസാദ് റദ്ദാക്കി തിരികെ സർവീസിൽ പ്രവേശിപ്പിച്ച് ഉത്തരവിട്ടത്. അർഹമായതിൽ കൂടുതൽ തുക PF വായ്പയായി പ്രവീൺ കൈപ്പറ്റിയതായ കുറ്റം ചുമത്തിയാണ് 2023 നവംബറിൽ സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്തത്. അർഹതപ്പെട്ടതിൽ കൂടുതൽ വായ്പ സർവകലാശാല അനുവദിക്കുകയും കൂടുതലായി അനുവദിച്ചതായി പിന്നീട് കണ്ടെത്തിയ തുക പിഴപ്പലിശ സഹിതം തിരിച്ചടയ്ക്കാൻ ആവശ്യപ്പെട്ടതനുസരിച്ച് ഉടൻ തന്നെ തിരിച്ചടയ്ക്കുകയും ചെയ്തതിനു ശേഷമാണ് പ്രവീണിന്റെ വീഴ്ചയെന്ന് ആരോപിച്ച് ഇദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തത്. യൂണിവേഴ്സിറ്റിയിൽ PF ക്രെഡിറ്റ് കാർഡ് നടപ്പാക്കിയിട്ടില്ലെന്നും തന്റെ ഭാഗത്ത് വീഴ്ചയില്ലെന്നും ചൂണ്ടിക്കാട്ടി പ്രവീൺ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. എങ്കിലും സമയബന്ധിതമായി അന്വേഷണം പൂർത്തീകരിക്കാനുള്ള ഹൈക്കോടതിയുടെ ഉത്തരവ് സർവകലാശാല അവഗണിച്ചു. അതിനിടെ CAG സർവകലാശാലയിൽ നടത്തിയ പരിശോധനയിൽ യൂണിവേഴ്സിറ്റി അധികൃതർ PF അക്കൗണ്ട് കൃത്യമായി സൂക്ഷിക്കുന്നില്ലെന്നും ക്രെഡിറ്റ് കാർഡ് ഉൾപ്പെടെയുള്ളവ ഉദ്യോഗസ്ഥർക്ക് നൽകുന്നില്ലെന്നും കണ്ടെത്തി. ഓഡിറ്റ് പരിശോധനാ വിഭാഗത്തിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പ്രവീണിനെ സസ്പെൻഡ് ചെയ്തതും തുടർന്ന് അന്വേഷണം നടത്തിയതും ക്രമവിരുദ്ധമാണെന്ന് കണ്ടെത്തി. തുടർന്നാണ് വൈസ് ചാൻസലർ അന്വേഷണ ഉദ്യോഗസ്ഥന്റെ റിപ്പോർട്ട് തള്ളിക്കളഞ്ഞ് CAG റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പ്രവീണിനെ തിരികെ സർവീസിൽ പ്രവേശിപ്പിക്കാൻ ഉത്തരവിട്ടത്. സിൻഡിക്കേറ്റ് അംഗമായ ex-MP PK ബിജുവിന്റെ നേതൃത്വത്തിൽ സർവകലാശാല ഫണ്ടും ഔദ്യോഗിക വാഹനങ്ങളും ദുരുപയോഗം ചെയ്യുന്നതായും ചട്ടവിരുദ്ധമായി യാത്രപ്പടി കൈപ്പറ്റുന്നതായും പിൻവാതിൽ കരാർ നിയമനങ്ങൾ വ്യാപകമായി നടത്തുന്നതുമായുള്ള പരാതി ഗവർണർക്ക് നൽകുകയും വിവരങ്ങൾ പൊതുജനമധ്യത്തിൽ വരികയും ചെയ്തതിന്റെ പക തീർക്കുന്നതിനു വേണ്ടിയാണ് സംഘടനയുടെ പ്രസിഡന്റായ പ്രവീണിനെതിരെ ശിക്ഷാ നടപടി കൈക്കൊണ്ടതെന്ന് സാങ്കേതിക സർവകലാശാല സ്റ്റാഫ് ഓർഗനൈസേഷൻ ജനറൽ സെക്രട്ടറി സുമേഷ് MG കുറ്റപ്പെടുത്തി. അക്കാദമിക് താൽപര്യങ്ങൾ അവഗണിച്ച് വ്യക്തിവൈരാഗ്യത്തിന്റെയും രാഷ്ട്രീയ പകപോക്കലിന്റെയും ഭാഗമായി സർവകലാശാല സിൻഡിക്കേറ്റ് അംഗങ്ങൾ നടത്തുന്ന ചട്ടവിരുദ്ധ നടപടികൾ നിയന്ത്രിക്കാൻ VC തയ്യാറാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു.